ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിന് മുന്നേയുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലൂടെയാണ് ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് ഏറെക്കുറെ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 21 താരങ്ങളെ അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്നത്തെ പ്രസ് കോൺഫറൻസിൽ ഡാനിലോയെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഡാനിലോ അടുത്ത വേൾഡ് കപ്പ് സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഫ്ലമംഗോക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ഡാനിലോ. റൈറ്റ് ബാക്ക് പൊസിഷനിലും സെൻട്രൽ ബാക്ക് പൊസിഷനിലും ഒരുപോലെ കളിക്കാൻ കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഈ താരത്തെ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പ് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തു. ആദ്യമായിക്കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സ്ഥിരീകരണം നടത്തുന്നത്. കൂടാതെ റാഫീഞ്ഞ, വിനീഷ്യസ് ജൂനിയർ എന്നിവരെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. വരുന്ന വേൾഡ് കപ്പിൽ റാഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും ഏറ്റവും മികച്ച താരങ്ങളിൽ ഉൾപ്പെടുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നിലവിൽ ഫുട്ബോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച താരങ്ങളിൽ പെട്ടവരാണ് റാഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും. അടുത്ത വേൾഡ് കപ്പിലും ഏറ്റവും മികച്ച താരങ്ങളിൽ അവർ രണ്ടുപേരും ഉൾപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് റാഫീഞ്ഞയും വിനീഷ്യസ് ജൂനിയറും അടുത്ത വേൾഡ് കപ്പിൽ പൊളിച്ചെടുക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. അതിനർത്ഥം ഈ രണ്ട് താരങ്ങളും വേൾഡ് കപ്പിൽ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിന് വിജയം അനിവാര്യമാണ്. എന്തെന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീലിന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.